ഈവൻ ഞങ്ങൾ എക്സംഷൻ സ്റ്റുഡൻസ് ആണെങ്കിലും സ്കിൽ ലെവലിലെ പേപ്പേഴ്സിനാണെങ്കിലും നല്ല ഫാക്കൽറ്റീസിനെ തന്നെയായിരുന്നു ട്രിപ്പിൾ ഐ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സംഷൻ റൂട്ട് എടുക്കണ കുട്ടികൾക്ക് സാധാരണ ബേസ് കിട്ടാത്തതിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ന് എല്ലാവരും പറയില്ല. എല്ലാ സാർമാരും എടുക്കുമ്പോഴും ഇതന്നെ പറയല്ലേ. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്വേഷിച്ചിനി, ഇവിടെ ഒക്കെ അന്വേഷിച്ചപ്പോലെ FR സ്കിൽ പേപ്പേഴ്സ് ഒന്നും പഠിപ്പിച്ച് കൊടുക്കലില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഇവിടെ ട്രിപ്പിൾ ഐയിൽ വന്ന് അന്വേഷിച്ചപ്പോഴാണ് വലിയ സ്കിൽ പേപ്പേഴ്സ് ഫുള്ളും പഠിപ്പിച്ചിട്ടാണ് P ലെവലിൽ ഫുള്ളും ഇരുത്തി അങ്ങനെ ഇതാക്കാനത്. ഇപ്പോൾ SBRന്റെ തുടക്കത്തിൽ തന്നെ മെന്റേഴ്സിന് വെച്ചൊരു ബേസ് ക്ലാസ് തന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റി പറഞ്ഞത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വന്നാൽ നിങ്ങൾ ഞാൻ പാസ്സാക്കാൻ. ബേസിക് തന്നതുകൊണ്ട് തന്നെ എന്തായി ഞങ്ങൾക്ക് P ലെവലിൽ ഒരു ഡിഫിക്കൽട്ട് ഒന്നുമായിട്ട് നമുക്ക് എന്തായില്ല തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ എന്താ ഫസ്റ്റ് മുതലേ P ലെവലിൽ പിന്നെ സ്കിൽ ലെവൽ മുതലുള്ള ബേസിക് മുതലേയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ കറക്റ്റ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ACCA പ്ലസ് MBA കൂടി ആയതുകൊണ്ട് അപ്പം അതിൻ്റെ ഒരു സ്ട്രഗിളും കൂടി ഉണ്ടായിനി. പക്ഷേ ഈ ട്രിപ്പിൾ ഐ നമുക്ക് ഏകദേശം 1 ഇയർ ബാക്കിയുള്ള സ്കിൽ പേപ്പേഴ്സും എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ACCA പ്ലസ് MBA എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു ചിന്തിച്ചു. അപ്പോൾ മനസ്സിലായി ഇത് കുറച്ചും കൂടി എക്കണോമിക്കലും കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. ഇപ്പോൾ എക്സംഷൻ റൂട്ട് വരുന്ന കുട്ടികളുടെ പറയുകയാണെങ്കിൽ സ്കിൽ ലെവലിലെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അത് പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് അത് എടുക്കണം. എന്നാൽ മാത്രമേ P ലെവലില് സ്മൂത്ത് ആയിട്ട് എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ FR തൊട്ട് FM PM എല്ലാ പേപ്പറും എല്ലാ സ്കിൽ പേപ്പറും ഞങ്ങളെ പഠിപ്പിച്ചിട്ടാണ് P ലെവലിൽ ഞങ്ങളെ ഇരുത്തിയത്. ഫ്യൂച്ചറിൽ ഒരു ജോബിന് സെർച്ച് ചെയ്യുമ്പോഴും ഇത് കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് കരുതിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്.